കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമെടുത്താൽ നമ്മുടെ കേരള ചരിത്രത്തിലുണ്ടായത് ഒരു സാധാരണ ഭരണകാലമല്ല. ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്ന കാലമായിരുന്നു. വികസനത്തിൻ്റെ പുതിയ പാത തുറന്ന കാലഘട്ടമാണ്. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ കേരളം നേരിട്ടത് ഒരു ഭാഗത്ത് കടുത്ത സാമ്പത്തിക പരിമിതികൾ, അതോടൊപ്പം വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, സാമൂഹ്യ സുരക്ഷാ മേഖലയിലെ ഒട്ടേറെ വെല്ലുവിളികൾ, ഇതെല്ലാം നിലനിന്ന ഘട്ടമായിരുന്നു. ഈ ഘട്ടത്തില് LDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇവയ്ക്ക് പരിഹാരം കാണാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. പക്ഷേ നമുക്ക് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. അതാണ് 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അടുത്ത വർഷം ഉണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഊക്കിയും നിപ്പയും. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് നേരിടേണ്ടി വന്ന കടുത്ത വെല്ലുവിളികളായിരുന്നു. എന്നാൽ ഈ എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ നമുക്കായി. കേരളത്തിന് നല്ല രീതിയിൽ മുന്നേറാനായി. ഇത് കൃത്യമായ ദിശാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഭവിച്ചത്. LDFന് ഉള്ള രാഷ്ട്രീയ ദർശനം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലുള്ള വ്യക്തമായ ദിശാബോധം, അതാണ് നമ്മുടെ സംസ്ഥാനത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയത്. വികസനം മനുഷ്യകേന്ദ്രീകൃതമാകണം. നല്ല രീതിയിൽ എല്ലാ വിഭാഗത്തെയും ചേർത്ത് പിടിക്കുന്നതുമാകണം.